ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് യുവജനങ്ങളുടെ പങ്ക് നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ധനാഭ്യർത്ഥനയിന്മേലുള്ള ചർച്ചകൾ നിയമസഭയിൽ തുടരുന്നു. ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ. തലസ്ഥാന നഗരിയിലേക്കെത്തി ഭക്തജന സഹസ്രങ്ങൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ സുപ്രധാന സംഭവമായ ദണ്ഡിയാത്രയ്ക്ക് ഇന്ന് 95 വയസ്സ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FCയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് യുവജനങ്ങളുടെ പങ്ക് നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചണ്ഡിഗഡിൽ പഞ്ചാബ് സർവകലാശാലയുടെ 72ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വികസനം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ സമൂഹത്തിന്റെ എല്ലാ ശ്രേണിയിലുമുള്ള ജനങ്ങളുടെ ഉന്നമനം ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഇതിനായി യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. देश और देशवासियों के विकास में अपना महत्वपूर्ण योगदान देना सभी युवाओं का कर्तव्य है. आप जैसे सक्षम युवाओं को देश के पिछड़े और वंचित वर्गों के लोगों के लिए अवश्य कार्य करना चाहिए. अपने लक्ष्यों की ओर बढ़ते हुए आपको यह ध्यान रखना चाहिए कि जो विकास की यात्रा में पीछे रह गए उनकी ओर हाथ बढ़ाकर उन्हें भी आगे लाने के लिए प्रयास करना चाहिए. तभी समावेशी और स्थायी विकास संभव हो पाएगा. मुझे विश्वास है कि आप देश और समाज की अपेक्षाओं पर खरे उतरे. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യയിൽ നിന്നുള്ള മാർച്ചിംഗ് സംഘവും വ്യോമസേനയുടെ ആകാശഗംഗ സ്കൈ ഡൈവിംഗ് ടീമും നാവികസേനാ കപ്പൽ ഇംഫാലും ആഘോഷങ്ങളിൽ പങ്കുചേരും. ഇത് രണ്ടാം തവണയാണ് മൌറീഷ്യസ് ദേശീയ ദിനാഘോഷത്തിൽ ശ്രീ മോദി മുഖ്യാതിഥിയാകുന്നത്. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കൂലം ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ശ്രീ മോദി ഇന്നലെ പോർട്ട് ലൂയിസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രതിരോധം, സുരക്ഷ, സാമ്പത്തികം, സാംസ്കാരിക വിനിമയം എന്നിവയിലെ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മൌറീഷ്യസിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്തു. ഇന്ത്യ സ്വന്തം കുടുംബമായാണ് മൌറീഷ്യസിനെ കാണുന്നതെന്നും രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മൌറീഷ്യസ് സന്ദർശനത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് 8 ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ചോദ്യോത്തരവേള തുടരുകയാണ്. രാജ്യത്തെ അംഗനവാടി പ്രവർത്തകരുടെ ക്ഷേമത്തിനായി സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി കേന്ദ്രമന്ത്രി സാവിത്രി താക്കൂർ രാജ്യസഭയെ അറിയിച്ചു. മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി ആയുഷ്മാൻ ഭാരത്, ജീവൻ ജ്യോതി തുടങ്ങിയ പദ്ധതികളിൽ അംഗനവാടി പ്രവർത്തകരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ചോദ്യോത്തരവേളയിൽ മന്ത്രി വ്യക്തമാക്കി. കേരള നിയമസഭയിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ധനാഭ്യർത്ഥനയിന്മേലുള്ള ചർച്ചകൾ സഭയിൽ തുടരുന്നു. രാസവളത്തിന്റെ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് രാവിലെ നടന്ന ചോദ്യോത്തരവേളയിൽ കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. സംസ്ഥാനത്ത് പച്ചക്കറി ഉത്പാദനം വർദ്ധിച്ചതായും നെല്ല് സംഭരണത്തെ അട്ടിമറിക്കുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചെന്നും മന്ത്രി അറിയിച്ചു. ലഹരിമരുന്ന് ഉപയോഗത്തിനെതിരെ കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ശക്തമായ പ്രചാരണം ആരംഭിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. യുജിസിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഭാഷാ പഠനത്തെ വൈവിധ്യവൽക്കരണത്തിലൂടെ സമീപിക്കുന്ന രീതിയാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. 4 ഭാഷകൾ പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് അഭിരുചിക്കനുസരിച്ച് ഭാഷകൾ തിരഞ്ഞെടുക്കാനും അവസരമുണ്ടെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ PM ശ്രീ സ്കൂളുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് DMK പാർലമെന്റിൽ നുണപ്രചാരണം നടത്തുകയാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. തമിഴ്നാട് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള സമ്മതപത്രവും ശ്രീ പ്രധാൻ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ DMK നിലപാട് മാറ്റിയതായി ആരോപിച്ച കേന്ദ്രമന്ത്രി തമിഴ്നാട്ടിലെ കുട്ടികളുടെ ഭാവിക്ക് മുൻഗണന നൽകണമെന്നും ആവശ്യപ്പെട്ടു. PM ശ്രീ വിദ്യാലയങ്ങൾ തമിഴ്നാട്ടിൽ ആരംഭിക്കാൻ താൽപര്യം വ്യക്തമാക്കുന്ന ചീഫ് സെക്രട്ടറിയുടെ കത്തിൽ ഇതിനായി സംസ്ഥാനതല സമിതി രൂപീകരിക്കുമെന്നും പറയുന്നുണ്ട്. സമിതിയുടെ ശുപാർശകൾക്ക് അനുസരിച്ചായിരിക്കും PM ശ്രീ വിദ്യാലയങ്ങൾ സംബന്ധിച്ച ധാരണാപത്രത്തിൽ തമിഴ്നാട് ഒപ്പുവയ്ക്കുകയെന്നും കഴിഞ്ഞ വർഷം മാർച്ചിൽ എഴുതിയ കത്തിൽ വ്യക്തമാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ രാവിലെ 9:45 ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. പണ്ടാര അടുപ്പിൽ തീ പകർന്നു കഴിഞ്ഞാൽ ഭക്തരുടെ അടുപ്പുകളിലും അഗ്നി പകരും. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദ്യം നടക്കും. പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തർക്കായി KSRTCയും റെയിൽവേയും പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര പരിസരത്ത് കലങ്ങളുമായി അടുപ്പുകൾ കൂട്ടി ഭക്തർ ഇപ്പോഴേ പൊങ്കാലയ്ക്കായി തയ്യാറെടുത്തു കഴിഞ്ഞു. പൊങ്കാലയോടനുബന്ധിച്ച് ഭക്തർക്കായി മികച്ച സൌകര്യങ്ങളും കനത്ത സുരക്ഷയുമാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ഭക്തരുടെ തിക്കും തിരക്കും ഒഴിവാക്കാനായി പ്രത്യേക ക്യൂവും സജ്ജമാക്കിയിട്ടുണ്ട്. പൊങ്കാലയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ നാളെ രാത്രി 8 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് ശേഷം നഗരം വൃത്തിയാക്കുന്നതിനായി 2000 തൊഴിലാളികളെയും 125 ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് എന്നിവരുമായി ന്യൂഡൽഹിയിലെ കേരള ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. അനൌദ്യോഗിക സന്ദർശനമായിരുന്നു കേന്ദ്രമന്ത്രിയുടേത്. കൊച്ചിയിൽ വൈറൽ മെനിഞ്ചൈറ്റിസ് ബാധിച്ച് 5 കുട്ടികൾ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിൽ. കളമശ്ശേരിയിലെ സ്വകാര്യ സ്കൂളിലെ 1ഉം 2ഉം ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ തലവേദന, ഛർദ്ദി, പനി എന്നിവയെ തുടർന്ന് ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മറ്റു കുട്ടികൾക്ക് രോഗബാധ ഉണ്ടാകാതിരിക്കാൻ സ്കൂൾ താൽക്കാലികമായി അടച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ സുപ്രധാന സംഭവമായ ദണ്ഡി യാത്ര നടന്നിട്ട് ഇന്ന് 95 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 1930 മാർച്ച് 12-നാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി യാത്ര നടന്നത്. സ്വാതന്ത്ര്യത്തിനും പൂർണ്ണ സ്വരാജിനുമായുള്ള രാജ്യവ്യാപക പ്രസ്ഥാനത്തിന് ദണ്ഡി യാത്ര തിരികൊളുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത ധീര ദേശാഭിമാനികളുടെ ധൈര്യവും ത്യാഗവും അചഞ്ചലമായ പ്രതിബദ്ധതയും തലമുറകളെ പ്രചോദിപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FCയെ നേരിടും. തെലങ്കാനയിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളൂരുവിനെ എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തി മുംബൈ സിറ്റി പ്ലേ ഓഫിൽ ഇടം നേടി. മോഹൻ ബഗാൻ, FC ഗോവ, ജംഷഡ്പൂർ FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ബംഗളൂരു എന്നിവയാണ് പ്ലേ ഓഫിൽ സ്ഥാനം പിടിച്ച മറ്റു ടീമുകൾ. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഭീകരർ റാഞ്ചിയ ട്രെയിനിൽ നിന്ന് 150-ലേറെ യാത്രക്കാരെ രക്ഷപ്പെടുത്തിയതായി പാക് ഭരണകൂടം. 27 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. സൈനികർ ഉൾപ്പെടെ 214 പേരെ ബന്ദികളാക്കിയതായി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തീവ്രവാദ സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി അറിയിച്ചിരുന്നു. 30-ലധികം സൈനികരെ കൊലപ്പെടുത്തിയതായും BLA വ്യക്തമാക്കി. 450-ലേറെ യാത്രക്കാരുമായി ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ട്രെയിനാണ് ബൊലാൻ പർവ്വത മേഖലയ്ക്ക് സമീപം ആക്രമിക്കപ്പെട്ടത്. ഭീകരരുമായി സുരക്ഷാസേന ഏറ്റുമുട്ടൽ തുടരുകയാണ്. റഷ്യയുമായി 30 ദിവസത്തെ ഇടക്കാല വെടിനിർത്തലിനുള്ള നിർദ്ദേശം യുക്രൈൻ അംഗീകരിച്ചതായി അമേരിക്ക. യുക്രൈന് രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുന്നതും സൈനിക സഹായം നൽകുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിൽ US ഉടൻ പുനരാരംഭിക്കും. സൌദി അറേബ്യയിലെ ജിദ്ദയിൽ യുക്രൈനിയൻ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഇക്കാര്യം. വെടിനിർത്തൽ സംബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തും. അനുകൂല തീരുമാനം റഷ്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്ക അറിയിച്ചു. കാനഡയിൽ നിന്നുള്ള സ്റ്റീൽ, അലൂമിനിയം ഇറക്കുമതി തീരുവകൾ വീണ്ടും വർദ്ധിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തുടക്കത്തിൽ 25% നിശ്ചയിച്ചിരുന്ന തീരുവ 50%-ആയാണ് ഉയർത്തിയത്. അമേരിക്കൻ ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കാനഡയുടെ തീരുമാനത്തോടുള്ള അടിയന്തര പ്രതികരണമാണിത്. പുതിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. തെക്കുകിഴക്കൻ ഏഷ്യയിലെ സൈബർ കുറ്റകൃത്യ കേന്ദ്രങ്ങളിൽ നിന്ന് മോചിപ്പിച്ച 266 ഇന്ത്യക്കാരെ ഇന്ത്യൻ വ്യോമസേനാ വിമാനം വഴി സുരക്ഷിതമായി ഇന്നലെ തിരിച്ചെത്തിച്ചതായി കേന്ദ്ര സർക്കാർ. മ്യാൻമാർ, തായ്ലന്റ് സർക്കാരുകളുമായി സഹകരിച്ചാണ് ഇന്ത്യൻ എംബസികൾ ഇവരുടെ മോചനം ഉറപ്പാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് യുവജനങ്ങളുടെ പങ്ക് നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ധനാഭ്യർത്ഥനയിന്മേലുള്ള ചർച്ചകൾ നിയമസഭയിൽ തുടരുന്നു. ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ. തലസ്ഥാന നഗരിയിലേക്കെത്തി ഭക്തജന സഹസ്രങ്ങൾ.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന സംഭവമായ ദണ്ഡിയാത്രയ്ക്ക് ഇന്ന് 95 വയസ്സ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FC യെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.